കേന്ദ്രമന്ത്രിയായിരുന്ന രാജഗോപാലിനെ ബ്രാൻഡ് അംബാസഡറാക്കി ചർച്ചയാക്കിയത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന എ.കെ. ആന്റണിയാണ്. രാജഗോപാലിന്റെ ജനകീയ ഇടപെടലുകളാണ് ആന്റണിയുടെ ആ വാക്കുകൾക്ക് കാരണമായത്. റെയിൽവേ വികസനത്തിൽ കേരളം കുതിച്ച കാലം. ഇപ്പോഴിതാ മറ്റൊരു ബി.ജെ.പിക്കാരനായ കേന്ദ്രമന്ത്രിയെ പുകഴ്ത്തുകയാണ് കേരളത്തിലെ ഒരു മന്ത്രി. മത്സ്യബന്ധന മേഖലയിലെ കേന്ദ്ര സർക്കാർ സഹായങ്ങൾക്ക് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് നന്ദി പറഞ്ഞ് സംസ്ഥാന ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ കേരളത്തിന് ഡൽഹിയിൽ മറ്റൊരു അംബാസഡറെ സൃഷ്ടിക്കുകയാണ്. രാജഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ ചുമതല നിർവഹിച്ചത് ജോർജ് കുര്യനാണ്. ഈ ജോർജ് കുര്യൻ മോദി സർക്കാരിൽ മന്ത്രിയായി. ഈ ജോർജ് കുര്യനാണ് ഇപ്പോൾ ഇടതുപക്ഷ മന്ത്രിയുടെ പ്രശംസ പിടിച്ചെടുത്തത്. കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രിയായ ഉടൻ അഞ്ചുതെങ്ങ് മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖത്തിന് 167 കോടി അനുവദിച്ചതിൽ സന്തോഷമെന്നും സജി ചെറിയാൻ പറഞ്ഞു. വിഴിഞ്ഞത്ത് കൃത്രിമ പാലുകൾ സ്ഥാപിച്ച് മത്സ്യവിത്ത് നിക്ഷേപിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിലാണ് ഉദ്ഘാടകനായ ജോർജ് കുര്യനോട് മന്ത്രി നന്ദി അറിയിച്ചത്. ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയായി വന്ന ശേഷം നല്ല തുടക്കമാണ് കേരളത്തിന് ലഭിച്ചത്. മന്ത്രിയായി ചുമതലയേറ്റ ആദ്യം തന്നെ സംസ്ഥാനത്തിന് സന്തോഷിക്കാനുള്ള പദ്ധതിക്ക് അനുമതി ലഭിച്ചുവെന്ന് അഞ്ചുതെങ്ങ് തുറമുഖ വികസനം ചൂണ്ടിക്കാണിച്ച് സജി ചെറിയാൻ പറഞ്ഞു. ജോർജ് കുര്യന്റെ ഇടപെടലുകളെ എല്ലാ അർത്ഥത്തിലും പ്രശംസിക്കുകയും ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങിയാൽ വിപ്ലവം സാധ്യമാകുമെന്ന പ്രതീക്ഷയാണ് മന്ത്രി സജി ചെറിയാന്റെ വാക്കുകളിലുള്ളത്. ബി.ജെ.പിക്കാരനായ ജോർജ് കുര്യനെ CPM സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ മന്ത്രി സജി ചെറിയാൻ പുകഴ്ത്തിയെന്നത് വരും ദിനങ്ങളിലും കേരളം ചർച്ച ചെയ്യും. മുതലപ്പൊഴിയിലെ അപകടങ്ങൾ കുറയ്ക്കാനുള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കുകയാണ്. 3 മാസം കൊണ്ട് DPR തയ്യാറാക്കി പദ്ധതിക്ക് അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രിയായി തിരുവനന്തപുരത്തെത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തെ കണ്ട് മുതലപ്പൊഴിയിലെ പ്രശ്നങ്ങൾ അറിയിച്ചു. DPR സമർപ്പിക്കുകയാണെന്നും സഹായിക്കണമെന്നും പറഞ്ഞു. DPR സമർപ്പിച്ചതിന് പിന്നാലെ അതിവേഗം 167 കോടിക്ക് അംഗീകാരം കിട്ടി. കേന്ദ്രമന്ത്രിയുടെ ഈ സഹായത്തിന് ആത്മാർത്ഥമായി സംസ്ഥാന സർക്കാരിന് വേണ്ടിയുള്ള നന്ദി അറിയിക്കുന്നുവെന്നും സജി ചെറിയാൻ പറഞ്ഞു. 1ാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്തെ സഹായങ്ങളും ഇപ്പോൾ നടന്നുവരുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതികളുടെ കേന്ദ്ര സഹായവും മന്ത്രി വിവരിച്ചു. മന്ത്രിമാരായാൽ ജോർജ് കുര്യനെ പോലെ ആകണമെന്ന് പറഞ്ഞ് സജി ചെറിയാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന മന്ത്രിയാണ് ജോർജ് കുര്യനെന്നും സജി ചെറിയാൻ പറഞ്ഞു. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുന്ന മന്ത്രിയാണ് ജോർജ് കുര്യനെന്ന് മന്ത്രി സജി ചെറിയാൻ പറയുകയായിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിന് കരുത്തേകുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കാണിച്ച ശുഷ്കാന്തി പ്രശംസനീയമാണെന്നും സജി ചെറിയാൻ തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചു. കടലപകടത്തിൽപ്പെട്ട് കാണാതാവുന്ന സംഭവത്തിൽ തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നില്ല. അടിക്കടിയുണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റങ്ങൾ കാരണം തൊഴിലാളികളുടെ നിരവധി തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുന്നു. ഇവയ്ക്ക് പരിഹാരം കാണുന്നതിന് നടപടിയെടുക്കണമെന്നും സജി ചെറിയാൻ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ഇരുവരും വേദിയിൽ ഇരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്തു. രാജ്യത്തെ മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനത്തിന് വിവിധ പദ്ധതികളും അവ നടപ്പിലാക്കുന്നതിന് പണവും ലഭ്യമാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. പൊഴിയൂർ മുതൽ വർക്കല ഇടവ വരെയുള്ള തീരക്കടലിൽ സ്ഥാപിച്ചിട്ടുള്ള കൃത്രിമ പാലുകളിൽ മീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന സീ റാഞ്ചിംഗ് പദ്ധതി ഏറെ പ്രതീക്ഷയുള്ളതാണ്. വിവിധ രൂപത്തിൽ നിർമ്മിച്ച 6300 പാലുകളാണ് തിരുവനന്തപുരം ജില്ലയിലെ തീരക്കടലിലെ 42 ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ട്രോളിംഗ് നിരോധന കാലത്തും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ മീൻ ലഭ്യമാകുന്നതിന് കൃത്രിമ പാലുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയിൽ കേരളം മുന്നിലാണെന്ന് അദ്ദേഹം പറഞ്ഞു.